ഫെബി ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഈ സിനിമ നമ്മുടെ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് നന്മ സിനിമകൾ വരുമല്ലോ, അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ടായിട്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ 2 മണിക്കൂറാക്കി വിട്ടിട്ട് കുറച്ച് ഫീൽ ഗുഡും പരിപാടികളും ഫാമിലി സെൻറ്റിമെൻറ്റ്സൊക്കെ വെച്ചിട്ട് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ സിനിമകൾ OTTക്ക് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ വരുന്ന സിനിമകളില്ലേ, ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഫാൻറ്റസി പടമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ സിനിമയിലെ ലീഡ് റോള് സൈജു കുറുപ്പാണ്. പോസ്റ്ററൊക്കെ കണ്ടാൽ തോന്നുന്നു സണ്ണി വെയിൻ ആയിരിക്കും, എന്നല്ല, സൈജു കുറുപ്പാണ്. കടക്കണി സ്റ്റാർ എന്നുള്ള പുള്ളിയുടെ പട്ടം കുറച്ച് ദിവസമായിട്ട് കാണാനില്ല, അതുകൊണ്ട് വീണ്ടും അത് തനിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആ ഒരു പട്ടം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി വീണ്ടും ഇതിൽ കടങ്കണി സ്റ്റാറായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഒരു ഡയറക്ടറാണ് കേട്ടോ. ആദ്യത്തെ പടം നല്ല ഹിറ്റായിരുന്നു, പിന്നത്തെ പടങ്ങൾ പൊട്ടി, അങ്ങനെ വീട്ടിലിരിക്കുന്നു. ഭാര്യ അപർണദാസ്, പിന്നെ ഒരു കൊച്ചു മോളും കൂടിയുണ്ട്. അപ്പോൾ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കാണിച്ച് അങ്ങ് പോവുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്നു, വളരെ ചെറിയ കാര്യങ്ങളെ കാണിക്കാവുള്ളൂ. വീടൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ ഈ സിനിമയിലൊക്കെ. നല്ല പശ്ചാത്തലവും കളർഫുൾ പരിപാടിയൊക്കെ ഉണ്ട്. ക്യാമറ അവർക്ക് ഒരു ഡ്രോണ് ഇവർക്കുണ്ട്. ആ ഡ്രോൺ വെച്ചിട്ട് മാക്സിമം മറ്റേ എല്ലാവരുടെ ഇടയിൽ കൂടിയും പാമ്പിൻ്റെ പൊത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ കറക്കി മറക്കിയൊക്കെ ഒരുപാട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, പ്രകൃതി ഭംഗിയൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ പോയി പിന്നെ നമ്മുടെ ദൈവം വരികയാണ്. ദൈവം എന്ന് പറയുന്നത് സണ്ണി വെയിൻ. ദൈവം എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സൈക്കോ സാഡിസ്റ്റ് ദൈവമാണ്. ദൈവം വന്നിട്ട് ഈ സുവിശേഷക്കാരൊക്കെ ഓരോത്ത് പറയില്ലേ, നിങ്ങൾ അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടന്നില്ലെങ്കിൽ ദൈവം കോപിക്കും, ദൈവത്തിൻ്റെ ഇത് അവർ പറയുന്ന ആ ഒരു കുറച്ച് കണ്ടൻറ്റിനെ എടുത്തിട്ട് ഇതിലൊരു സിനിമയാക്കി അങ്ങ് വച്ചിരിക്കുകയാണ്. ദൈവം പറയാണ് ഇവിടെ, എനിക്ക് ചിലപ്പം തോന്നും ഈ ഭൂമി മൊത്തം അങ്ങ് കത്തിച്ച് കളഞ്ഞാലോ എന്ന്. പക്ഷെ കുറച്ച് നന്മയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ആണ് ഞാൻ അത് ചെയ്യാത്തത്. അത്രയും ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മാക്സിമം വേദനയും കഷ്ടപ്പാടും ഒക്കെ ആൾക്കാർക്ക് കൊടുത്ത് അതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ രക്ഷിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു ദൈവത്തിനെയാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ മാക്സിമം കഷ്ടപ്പെടണം, നിങ്ങൾ കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തിട്ട് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. പിന്നെ ദൈവം പറയുന്ന വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കടം കൊടുക്കണം. അവർക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണും, നിൻ്റെ കടപ്പാടം പോകുന്ന ഒരു അവസ്ഥയിലായാൽ പോലും നീ കടം കൊടുത്ത പൈസ തിരിച്ച് വാങ്ങുന്നത് ശരിയല്ല എന്നൊക്കെയുള്ളൊരു സന്ദേശം കൊടുക്കുന്ന ഒരു വെറൈറ്റി ഒരു ദൈവമാണ് സണ്ണി വെയിൻ. തലയിലൊക്കെ ഫെമ്മൊക്കെ അടിച്ച് കളറൊക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ദൈവം. പഴയ പഞ്ചതന്ത്ര കഥകളിലൊക്കെ ഇല്ലേടെ മറ്റേ വനദേവത വന്ന് നിന്നിട്ട് മറ്റേ സ്വർണ്ണക്കോടാലി വെള്ളി, അതുപോലെ ദൈവം വരം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം ഇത്തിരി ദൈവമേ എന്ന് വിളിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഒന്നും ദൈവം വരില്ല. ഒന്നിനും ദൈവത്തിനെ തെറി വിളിക്കണം, ഇല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് നടുവിരൽ പൊക്കി കാണിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ദൈവം പ്രത്യേകിച്ച് അനുഗ്രഹിക്കുള്ളൂ. ബാക്കിയുള്ളവർ ഈ പ്രാർത്ഥിച്ചടക്കണവരൊക്കെ പോയി ചാവാൻ പറ എന്നുള്ളൊരു സെറ്റപ്പിലാണ്. മുട്ടായി വിതരണം, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പരിപാടി. അസുഖമുള്ളവരുടെ രോഗശാന്തി ശുശ്രൂഷ അതൊക്കെ തന്നെ ഒക്കെ ചെയ്യുകയാണ് ദൈവം. ഈ അസുഖം കൊടുത്തതും ദൈവം തന്നെയാണ്, മുട്ടായി കൊടുത്ത് മാറ്റണതും ദൈവം തന്നെയാണ്. അയ്യോ, പിന്നെ കള്ള് ഷാപ്പിൽ പോകുന്നു. കള്ള് ഷാപ്പിൽ പോയിട്ട് ദൈവം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു. പക്ഷേ ഇതിൽ കള്ള് ഷാപ്പിൽ ഒരു കൊച്ചിനെ വെച്ച് പാടിപ്പിക്കണൊക്കെ ഉണ്ട്. ഈ ഫാമിലിയായിട്ട് നടത്തുന്ന കള്ള് ഷാപ്പാണ്, അല്ലെങ്കിൽ കൊച്ചിനെ പിടിച്ച് കള്ള് ഷാപ്പിൽ ഇരുത്തുന്നതിൻ്റെ യുക്തിയൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമയിൽ കുറച്ച് VFX പരിപാടികളൊക്കെ ഉണ്ട് ദൈവത്തിനെ കാണിക്കുമ്പോൾ. മറ്റേ ഇൻട്രസ്റ്റെല്ലാർ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട്, ലൈബ്രറിയൊക്കെ ഉണ്ട് ദൈവത്തിന്. ഇപ്പോൾ അവിടുത്തെ VFX ഒക്കെ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പം ഓക്കെ ആയിരുന്നു VFX. അവിടെ ഈ സൗണ്ട് മിക്സിംഗ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സിംഗ് ഒക്കെ. ഷാൻ റഹ്മാനാണ് മ്യൂസിക്. വേറെ ഒരാളുടെ പേരോട് കണ്ടു കേട്ടോ, സിദ്ധാർത്ഥ് അങ്ങനെ എന്തോരാണ് പേര് കേട്ടത്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂവിലൊന്നും ട്രെയിലറിലൊന്നും കാണാനില്ല. പക്ഷേ തിയേറ്ററിൽ ഒരാളുടെ പേരോട് കാണിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഒരു അപ്രതീക്ഷിത സംഭവമായിട്ട് ഞാൻ നോട്ട് ചെയ്തില്ല. സിദ്ധാർത്ഥ് എന്തോന്നാണ് പേര്. മ്യൂസിക്കൊക്കെ ചിലയിടങ്ങളിൽ കൊള്ളായിരുന്നു. പിന്നെ പാട്ട് കണ്ടിന്യൂസ് പാട്ടാണ്, ഒരു സീൻ കഴിഞ്ഞ പാട്ട് വീണ്ടും 2 മണിക്കൂർ ആക്കണ്ടേ ഈ സിനിമ, അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. അങ്ങനെ ഈ പടം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ വേറൊരു പയ്യൻ, ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, വൈശാഖ് വിജയൻ. ചെറുക്കൻ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടന്ന് എനിക്ക് അമൽ ഡേവിസിനെ പോലെ തോന്നി. അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും അവൻ്റെ അഭിനയമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. സ്ലോ ആണ്, എന്നിരുന്നാൽ രസമുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് ഒരു ഓളത്തിൽ അങ്ങ് പോയി. ദൈവം ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. ദൈവം വരുമ്പോഴൊക്കെ ഒരു ക്രിഞ്ച് സീനാണ്. പിന്നെ ദൈവം ഇല്ലാത്തപ്പം പിന്നെ ഒരു ഭേദമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഇമോഷണലി ഹുക്കാവുന്ന സീനുകൾ, ചിലർക്കൊക്കെ നന്നായിട്ട് കണക്റ്റ് ആയിരിക്കാം. രസമായിരുന്നു. പ്രത്യേകിച്ച് ഒരു കൊച്ചിൻ്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇതിൽ പിന്നെ ഒരു മരണമുണ്ട്. എനിക്ക് തോന്നുന്നു ദൈവത്തിനേക്കാളും ഭേദം ഈ മരണമാണെന്ന്. കാലനാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കലിപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കാലനാണ്. കാലൻ്റെ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ഓസ്റ്റിൻ ഡാൻ. ഇങ്ങനെ വന്നിട്ട് ചെറയും, ആൾക്കാരെ നോക്കി ചെറയും, ഞാനിപ്പം നിന്നെ എടുക്കൂടാ, ഞാനാണോടാ മരണം എന്ന് പറയണ്ട.
എന്നിട്ട് അയാൾ ബൈക്കിലാണ് പറഞ്ഞത്, ഒരു കാലൻ്റെ പോത്തൊന്നുമല്ല, ബുള്ളറ്റിൽ വരും, ബുള്ളറ്റിൽ ഓടി തോപ്പിച്ചാൽ മതി, കാലിലെങ്ങാൻ എൻ്റെ പാട്ട് പോയിക്കോളും, വേറെ ശല്യമൊന്നുമില്ല അയാൾ. ഈ ദൈവമാണ് വള്ളി. ദൈവത്തിന് നേരെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ദൈവത്തിനെ നമ്മൾ അനിഷ്ടക്കേടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം പണി തരും. നല്ല പണി തരുന്നത് ലാസ്റ്റ് സൊല്യൂഷനും കൂടി വെച്ച് തരും. പിന്നെ കണ്ടീഷനിങ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊടുപ്പാണ്. ആവശ്യമുള്ളതൊന്നും അങ്ങനെ കണ്ടറും ചെയ്യൂല. നമ്മൾ ചോദിക്കുന്നതിൻ്റെ യുക്തി ഇല്ലായ്മയൊന്നും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവൊന്നും ദൈവത്തിനില്ല. ഒരു പാവപ്പെട്ട ഒരു ദൈവം. അതിനേക്കാളും മരണം കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് ശല്യമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് ചെറയേ ഉള്ളൂ. ഇങ്ങനെ ചെറയുടെ വിട്ട കോവടിയാണ് കേട്ടോ. അതിങ്ങനെ ചെറിഞ്ഞെറിഞ്ഞിരിക്കും. ആശുപത്രി പോയി ചെറിയും, തൊഴിലുഷപ്പിന് ചെറിയും, ബൈക്കിലോടിക്കുമ്പോൾ ദൈവത്തിന് നോക്കി ചെറിയും, ഫോൺ ചെറുടോ. മരണം എത്തും മുമ്പേ നമ്മൾ എത്തി അതിനെ റിസോൾവ് ആക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ടാസ്കുകൾ. ഇപ്പോൾ മനുഷ്യന്മാർ എന്തൊക്കെ കഷ്ടപ്പെട്ട ഒരു ജീവിതം ഫുള്ള് ജീവിച്ച് തീർക്കുമെന്നുള്ളത് അറിയാമോ? പിന്നെ വലിയൊരു മെസ്സേജ് ഉണ്ട്. അതിപ്പോൾ പലർക്കും അറിഞ്ഞൂടായിരിക്കും. നമ്മൾ ഈ കൗമാരക്കാർ പിള്ളേരൊക്കെ പ്രേമിച്ചടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചെറിയ ഫോട്ടോകളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യും. അതൊക്കെ കലിപ്പാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ പേരൻസിന് പോക്സോ കേസൊക്കെ കൊടുത്ത് പയ്യനെ എടുത്ത് അകത്തിടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ സിനിമ നൽകുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതുകൊണ്ട് നിങ്ങൾ പ്രേമിക്കുമ്പോൾ ഫോട്ടോ മാക്സിമം അയക്കാതിരിക്കുക. ദിവ്യമായ പ്രണയത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇതേ പറഞ്ഞ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്. ഫോട്ടോ അയച്ചിട്ടല്ല നേരേണ്ടത്, അല്ലാതെ നിങ്ങളുടെ സ്നേഹത്തിലൂടെയാണ് ആ വിശ്വാസം ഉണ്ടാക്കേണ്ടതെന്ന് പറയണത്. ഫാമിലിയിലെ ഭാര്യയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ സ്വന്തം കാര്യമായി മാത്രം നോക്കി നടക്കുന്ന നായക കഥാപാത്രം അപർണ ദാസാണ് ഭാര്യയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. തുടക്കം കുറച്ച് നേരം, അവസാനം കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ദിനേശ് പ്രഭാകറുണ്ട്, ശ്രീലക്ഷ്മി സന്തോഷ്, നീന കുറുപ്പ്, ബാലാജി ശർമ്മ, അവരൊക്കെയാണ് പിന്നീട് വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് പടം, ഫാൻറ്റസി പടം. കുറച്ച് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ദൈവം നമ്മളോട് വരുന്ന ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സ്ലോയിൽ ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയെ വെച്ചിട്ട് 2 മണിക്കൂറുള്ള ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ പോയി കാണാം. വേറെ വൃത്തികെട്ട ഡയലോഗുകളോ വയലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കളർഫുള്ളാണ്. 2 മണിക്കൂർ AC കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോയിരിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.